നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോള് ജോസ്കോ സ്കൂൾ ഓഫ് നേഴ്സിംഗ് ഇടപ്പോണിലാണ് ഫസ്റ്റ് ഇയർ GNM ആണ് പഠിക്കുന്നതെന്ന്. അപ്പം അവിടെ ഈ 5 മാസം കൊണ്ട് ഇപ്പം 6 മാസമാണ് എപ്പോഴും ഫുഡിന് ഞാൻ നിരന്തരം നിങ്ങളോട് പറയുന്നുണ്ട് ഫുഡ്. അപ്പോൾ ചോദിക്കും ഈ തള്ളയ്ക്ക് ഇത് മാത്രമേ ഉള്ളാന്ന്. അല്ല. അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് വന്ന് മിനിസ്റ്ററിന് പിള്ളേർ പരാതി കൊടുത്ത് ഇങ്ങ് വന്ന് ഇന്നലെ രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ നിന്നൊരു വിളി വന്ന് എന്തുവാണെന്നറിയാണ്ടേ, ഹൈക്കോടതിയിൽ ഹാജരാകണമെന്നും പറഞ്ഞ്. അത് പിള്ളേരുടെ പേരിലാണ് അത് എടുത്തിരിക്കുന്നത്. കാര്യം പിള്ളേരുടെ പേര് ആരൊക്കെയുണ്ടെന്ന് പറയട്ടെ. കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ, ഹെൽത്ത്, പിന്നെ കുട്ടികൾ എല്ലാം ഇവർ ഹൈക്കോടതിയിലോട്ട് പോയി. കാര്യം ഇവർ ഹൈക്കോടതിയിൽ പോകാൻ കാരണമുണ്ട്. കാര്യം അത് അന്വേഷിച്ച് ഒരു എന്താ പറയണ്ട, അന്വേഷണം ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല. കാരണം പല ഡിപ്പാർട്ട്മെൻറ്റിലും അതായത് കളക്ടർ ഉത്തരവിൻ്റെ, നമ്മുടെ ജില്ല ഭരിക്കുന്ന കളക്ടറിൻ്റെ ഉത്തരവാണ് ഇവർ തള്ളിക്കളഞ്ഞത്. അപ്പോൾ ആ കളക്ടറിനെതിരെയാണ് ഇവർ പോയത്. പക്ഷേ ഇതേ നമുക്ക് എന്തായാലും പിള്ളേരെ പഠിക്കാൻ പറ്റുന്നതുകൊണ്ട് ഹൈക്കോടതിയിലോട്ട് പോയി അങ്ങ് കളയാമെന്നായിരിക്കും വിചാരിച്ചത്. നമ്മളെന്തായാലും ഇറങ്ങി ഏതറ്റം വരെയും പോകും. അതെന്തായാലും നിരസിക്കാൻ ആർക്കും പറ്റത്തില്ല. പിന്നെ ഞാനിതിൽ ഏറ്റവും കൂടുതൽ അയാൾ അവിടുത്തെ മാനേജർ പേഴ്സണലായിട്ട് കാണാൻ വിളിച്ചപ്പോൾ ഞാൻ ചെന്നില്ല. കാര്യം ഞാൻ ചെല്ലാഞ്ഞെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചുമ്മാ ഞാനൊരു 5 മാസമായി സത്യം പറഞ്ഞ കടയിൽ വന്നിട്ട്. ഈ കടയിൽ ഈ കച്ചവടം ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് നടന്നു പോകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു 5 മാസം കൊണ്ട് ഞാൻ അങ്ങ് സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ല. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈ കോളേജിൽ നിന്ന് വിളിക്കും, കോളേജിൽ നിന്ന് ഓടും, അവിടെ ബില്ലടയ്ക്കണം, ഇവിടെ ബില്ലടയ്ക്കണം, അങ്ങനെ ഒരു ഓട്ടം ഓടി. അവസാനം കിട്ടി ഹൈക്കോടതിയിലെ പേപ്പർ 25-ാം തീയതിയിലേക്കാണ് കേട്ടോ. അപ്പം ഇതുവരെയും പിള്ളേരെ തിരിച്ചെടുക്കണമെന്നല്ല, കളക്ടറിൻ്റെ ഉത്തരവ് പ്രകാരം പിള്ളേരെ ഇവർ പുറത്ത് നിർത്തിക്കഴിഞ്ഞാൽ ഇവർ കുട്ടികൾക്ക് എന്തും സംഭവിക്കാം, നമ്മുടെ മക്കൾക്ക്. അപ്പോൾ അത് ഞങ്ങൾക്ക് പേടിയാണ്. ഇപ്പം മിക്ക പേരൻസും ഞങ്ങളെ കൂടെ ചേരാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. കാര്യം നമ്മൾ പ്രതികരിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് വേണ്ടി എല്ലാവർക്കും ഇതൊക്കെ തന്നെ അവസ്ഥ. ഇന്നത്തെ വെച്ചാൽ ഇപ്പോൾ ഒരു മണിക്ക് 1:30 ഇടയ്ക്ക് നടന്ന സംഭവമാണ്. ഇന്നത്തെ ഫുഡ് കഴിച്ച് 7 കുട്ടികൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പക്ഷേ അവരെ വീട്ടുകാരെ വിളിപ്പിച്ചിട്ടില്ല. ഇത് പുറത്തറിയാൻ പാടില്ല. കാര്യം പുതിയ അഡ്മിഷൻ തുടങ്ങുമല്ലേ. ഇപ്പോൾ ഒരാളിൽ നിന്ന് 1 ലക്ഷം രൂപ ആണെങ്കിൽ 80 പേര് പിള്ളേരെ കയറ്റുമ്പോൾ 80 ലക്ഷം രൂപ ആവും. 80 എന്നല്ല, എൻ്റെ നിന്ന് 1.5 വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ നിന്ന് 1.5 വാങ്ങിക്കുന്നത് സാറാമ്മ എന്നൊരു മേഡവാണ്. ആ സാറാമ്മ എന്നോട് പറയുക റെസിപ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ റെസിപ്റ്റ് ഇല്ലാതെ കോടതിക്ക് മുമ്പിൽ അവർക്കറിയാം അത് തെളിയിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ ഈ റെസിപ്റ്റ് നമ്മളൊരു അഡ്മിഷൻ വാങ്ങിക്കുന്നു, ആ റെസിപ്റ്റ് നമുക്ക് തരത്തില്ല എന്നുള്ള ഇതിലായിരിക്കും. പക്ഷെ നമ്മളത് കഷ്ടപ്പെട്ട പൈസയാണ്, ഒരുപാട് കഷ്ടപ്പെട്ട പൈസയാണ്. ദൈവം ആ പൈസ എടുക്കുന്നവർക്ക് എടുക്കട്ടെ. പക്ഷേ ഞങ്ങളുടെ കണ്ണീര് എന്നും ആ പൈസയ്ക്ക് മേളിൽ കാണും. പിന്നെ ഇനി ഞാൻ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാലുണ്ടല്ലോ, ഇപ്പം അഡ്മിറ്റ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും അവർ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും ആ വീട്ടുകാർ ഈ പ്രാവശ്യത്തെ ഞാൻ 2 പ്രാവശ്യത്തെ ബില്ല് അടച്ചിട്ടില്ല കേട്ടോ. അവസാനത്തെ 2 മാസത്തെ ബില്ല് ഞാൻ അടച്ചിട്ടില്ല. കാര്യം അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് രാത്രി രാമായണം നമ്മളെ വിളിക്കുമ്പം നമ്മളിവിടുന്ന് വണ്ടി വിളിച്ച് ടാക്സി വിളിച്ച് നമ്മുടെ ചിലവ് അങ്ങനെ എല്ലാം ആയി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് തോന്നിയപ്പം നമ്മൾ പ്രതികരിച്ചപ്പം അവരെന്തായാലും അവർക്ക് എങ്ങനെയും ഇറങ്ങി ഞങ്ങളെ കൂടെ ചേരണമെന്ന് പറഞ്ഞാൽ അവരിപ്പം നിൽക്കുന്നത്. നമ്മളവരോട് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം തൊട്ട് ഇങ്ങനെ നിൽക്കുന്ന ഇടയ്ക്ക് കയറി വരുന്നവരെ ഞങ്ങൾ സ്വീകരിക്കത്തില്ല. കാര്യം നമ്മളെല്ലാ മക്കൾക്കും വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത്. ഞങ്ങളെ കുഞ്ഞുങ്ങളെ കയറ്റിയില്ലെങ്കിലും ബാക്കിയുള്ള കുഞ്ഞുങ്ങളെങ്കിലും നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് ജീവിക്കണം. കാര്യം നേഴ്സുമാർ അവർ മാലാകന്മാരാണ്. അവർക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വന്ന് അവരുടെ ആരോഗ്യത്തിൽ അത് നമ്മളൊരു നേഴ്സുമാരെന്ന് പറഞ്ഞാൽ ഇപ്പം പണ്ട് കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അവരുടെ 1 മാസമാകുമ്പോൾ അവർ വെയിറ്റ് എടുക്കും. ആ വെയിറ്റ് നോക്കിയിട്ട് ക്ഷീണമുള്ളവർക്കാണെങ്കിൽ ഇന്ന ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ പറയും. അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതെന്ത് നേഴ്സിംഗ് സ്കൂളാണെന്ന് എനിക്ക് അറിയത്തില്ല. നന്നായിട്ട് പെട്ടുപോയി. പിന്നെ പറയാതിരിക്കാൻ വയ്യല്ലോ. ഇപ്പം എന്തായാലും ഹൈക്കോടതിയുടെ കയറാനുള്ള ഒരു ഭാഗ്യം ജോസോക്കാർ തന്ന്. കാര്യം എന്ത് പറയാനാ, സൗണ്ടൊന്നും വയ്യ സത്യമായിട്ടും. 2-3 ദിവസം കൊണ്ടുള്ള അലച്ചിലും ഓട്ടങ്ങളാണ്. പിന്നെന്തായാലും പിള്ളേർ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നമുക്ക് വേണമല്ലോ. പിള്ളേർ അടുത്ത ഇയർ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെയാണെങ്കിലും നമുക്ക് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ പിള്ളേർ അതിൻ്റെ അകത്ത്
മെസ്സിൽ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാ പിള്ളേർക്കും അറിയാം. പക്ഷേ കുഞ്ഞുങ്ങളൊന്ന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന ആ വിളിയിൽ ഇപ്പോഴത്തെ സംസാരം ഇപ്പം ഞാൻ പറഞ്ഞില്ല 1.25 മണിക്കൂറേ ആയിട്ടുള്ളൂ ഈ സംഭവം അവിടെ നടക്കുന്നതെന്ന് ഞങ്ങളെ അറിയിപ്പിക്കുന്നതും. അപ്പം ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുകയാണ്, നമ്മുടെ ഈ കാര്യം മുമ്പോട്ട് കൊണ്ടുപോവുക. ഞാൻ ഇനിയും പറയുന്നത് വാക്കുകൾ തള്ളിക്കളയാതിരിക്കുക. നല്ല രീതിക്ക് തന്നെ ഇത് നമ്മളെ മക്കളെ ആലോചിച്ചിട്ട് പഠിക്കാൻ കൊണ്ടുവിടുക. ശരി, ഇനി കോടതി പോയിട്ട് വന്നിട്ട് അടുത്ത വിശേഷം പറയാം.